ഈശോ നൽകുന്ന വചനം നമുക്കറിയാം. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും. ആ വ്യക്തി പറയേണ്ടത് എന്താണ്? എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും. നമുക്ക് അറിയാം, നമ്മള് പള്ളിയുടെ അകത്ത് കയറിന്നിട്ട് നമ്മള് വേറൊരു ദൈവത്തെ വിളിക്കോ? ഇല്ല. വിളിക്കൂല. വേറൊരു വിശ്വാസത്തിൽ നമ്മൾക്കായിരിക്കാൻ പറ്റില്ല. പിന്നെ കർത്താവ് എന്തിനാ രണ്ടാമത്തെ വചനം അങ്ങനെ പറയുന്നതിന്റെ കാരണം, എന്റെ സങ്കേതവും എന്റെ കോട്ടയും ദൈവം മാത്രമാണെന്ന് ഞാൻ ഏറ്റു പറയണം. പറയാതെ നമുക്കൊരു രക്ഷയില്ല. അതായത് നമ്മൾ പറയാതിരിക്കും തോറും നമ്മുടെ നിരാശയും നമ്മുടെ വേദനയും നമ്മുടെ അസ്വസ്ഥതയും നമ്മുടെ ദുരിതവും ഒക്കെ നമ്മളെ വിഴുങ്ങാൻ ഇങ്ങനെ വാ പൊളിച്ചിരിക്കുന്നതായിരിക്കും. പക്ഷെ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷപ്പെടും എന്നല്ലേ പറയുന്നത്, അല്ലെ? അതെ. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാവരും രക്ഷപ്പെടും. അപ്പൊ ഈ വിളിച്ച് അപേക്ഷിക്കുന്നത് വഴി പിശാചിന്റെ തലയുടെ മേലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ പിശാചിന്റെ പദ്ധതികളെയാണ് നമ്മൾ നിർവീര്യമാക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തോ അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിലോ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രലോഭനം ഉണ്ടാകുന്നത്, അല്ലെ? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രലോഭനം ഒന്നാമത് എന്താ? തളർച്ചയുണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും, നിരാശ ഉണ്ടാവും, പിന്നെ ഉറക്കം വരും. പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണതയോടുകൂടെ ആഗ്രഹിച്ചാൽ പോലും നമുക്ക് ആ തീഷ്ണതയിൽ നിൽക്കാൻ പറ്റൂല. ഞാൻ പലപ്പോഴും ഞായറാഴ്ച ദിവസം ആരാധനാലയത്തിൽ പോയി ഇരിക്കാറുണ്ട്. അപ്പൊ വീട്ടിലിരുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കണം, ആ കാര്യം പ്രാർത്ഥിക്കണം, ഈ കാര്യം പ്രാർത്ഥിക്കണം, മനസ്സിലിങ്ങനെ കുറെ കണക്കൂട്ടലുകളിലൂടെയാണ് ഞാനവിടെ പോകുന്നത്. ചെന്ന് നിന്ന് കുറച്ച് സമയം ഞാനിങ്ങനെ അന്നേരം എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെ എന്റെ ഇന്റൻഷനുകളൊക്കെ ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിക്കും. പക്ഷെ മിക്കതും മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കുന്നതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയല്ല, പിന്നെ ഞാൻ ഇരുന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഞാൻ അവസാനം ഈശോയോട് വഴക്കും, ഞാൻ ഉറങ്ങിപ്പോണേണ്, എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥന നടത്താൻ പറ്റും. കാരണം നമ്മൾ ഈ തിരക്ക് പിടിച്ച് ഓടി പിടഞ്ഞ് പോകുമ്പോഴേക്കും നമ്മള് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കണത് ചിലപ്പോ അവിടെ ആയിരിക്കാം. ബോഡി നമ്മൾക്ക് എപ്പോഴും നമുക്ക് സപ്പോർട്ടിങ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആത്മാവ് നമ്മളെ ഒരുപാട് സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരീരം ദുർബലമായതുകൊണ്ട് ശരീരം അതിന്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോ എന്ത് ചെയ്യും? നമ്മള് ആദ്യം കൂടാരത്തിൽ പോയിരിക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് ഏൽപ്പിക്കും. പിന്നെ അവിടെ ഇരുന്ന് ഉറങ്ങിയില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവത്തിനറിയാം നമ്മുടെ കാര്യങ്ങൾ, അല്ലെ? ഇല്ലേ? നമ്മളങ്ങനെ മനുഷ്യരല്ലേ. നമ്മള് പ്രാർത്ഥനയുടെ ഉത്തുംഗ ശൃംഗത്തിൽ കയറിയിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല. സാധാരണ മനുഷ്യര്, സാധാരണ പച്ചയായ ജീവിതം, കുടുംബജീവിതം, മറ്റ് കാര്യങ്ങളെല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ നമ്മളുടെ ആത്മാർത്ഥതയും അതിനോടുള്ള സ്നേഹവും കമ്മിറ്റ്മെന്റും ഒക്കെയാണ് ദൈവം നോക്കുന്നത്. അപ്പോ ഈ കൂടാരത്തിൽ ചെന്നിരുന്നു കഴിഞ്ഞാല് നമ്മൾ ദൈവത്തിനെ നോക്കുക, കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഉറങ്ങാനല്ല ഞാൻ പറയണത്. ഉറക്കം വരുന്നത് നമ്മൾ മനഃപൂർവ്വം ഉറങ്ങുന്നതല്ല. പക്ഷെ നമ്മൾക്കൊരു ശരിക്കും പറഞ്ഞ ഒരു റിലാക്സ് ആണ്, ഭയങ്കര ഒരു സമാധാനപരമായിട്ട് ഇരുന്ന് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലം പോലെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. ഞാൻ പക്ഷെ വീട്ടിൽ വന്നിട്ട് കുറേ ഉറക്കത്തിന്റെ ക്ഷീണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഉറങ്ങിപ്പോ, അതുപോലെ ഉറക്കത്തിന്റെ ഗുളി കഴിച്ച പോലെ ഇരുന്ന് ഉറങ്ങിപ്പോണത്. എത്ര ശ്രമിച്ചാലും ഉറക്കം നിൽക്കാറില്ല. പക്ഷെ അന്ന് ഞാൻ വീട്ടിൽ അന്ന് എന്തായാലും വന്നിട്ട് ഒരു മണിക്കൂറെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ച് ഉറങ്ങാൻ കയറിയ ഒരു തരി പോലും ഉറക്കം വരാറില്ല. അപ്പൊ ഞാൻ ഈശോയോട് പറയും, ഇന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഉറക്കം വരില്ല. ഈശോയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ ഉറങ്ങി തൂങ്ങിച്ചാകണേ. അപ്പോ നമ്മളുടെ ഉള്ള് അറിയുന്ന ദൈവം നമ്മളെ സഹായിക്കും. ഉള്ളറിയുന്ന ദൈവം ഉത്തരം തരും. അപ്പോ അവിടെ എല്ലാം നമുക്കൊരു പ്രൊട്ടക്ഷൻ. നമ്മൾ അവിടെ വന്നിരുന്നല്ലോ, നമുക്ക് ചിലപ്പോഴൊക്കെ ഒട്ടും സമയമില്ലാത്ത സമയത്തൊക്കെ ഓടിപ്പടഞ്ഞു പോകാറുണ്ട്. ഈ ഓട്ടത്തിന്റെ ഇടയിലും
തിരക്കിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ബോഡി നമുക്ക് അതുപോലെ ചിലപ്പോൾ പ്രതികരിക്കും. അപ്പോഴായിരിക്കും നമ്മളൊന്ന് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ ഉറങ്ങിപ്പോണത് ശരീരത്തെ കുറ്റം പറയാനൊന്നും പറ്റൊന്നുമില്ല, നമ്മുടെ ആത്മാവിനെയും കുറ്റം പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കുക. ബാക്കി കർത്താവ് കയറി പ്രവർത്തിച്ചോളും. പക്ഷെ നമ്മള് തുറന്നു കൊടുത്തിട്ട് വേണം ഇരിക്കാൻ, അല്ലെ? തുറന്നു കൊടുക്കാതെ അടച്ചു വെച്ചിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കുന്ന സമയം മുഴുവനും വേസ്റ്റ് ആയി പോകും. ഒരാഴ്ച എനിക്ക് അങ്ങനെ പോയി ഇരുന്നില്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഭാരമാണ്. ഈശോയുടെ മുമ്പില് ഒരു കാര്യവും ചിന്തിക്കാതെ വെറുതെ പോയി ഇരുന്നാൽ പോലും ഭയങ്കരമായൊരു സമാധാനം നമുക്ക് അവിടെ ഇരിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ഒരു ആശ്വാസമൊക്കെ പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ അത്യുന്നത സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും നമ്മൾ ഓരോരുത്തരും പറയേണ്ട ഒരു കാര്യമാണ്, എന്റെ ഏക സഹായം ദൈവം മാത്രമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ എത്ര കരുത്തുണ്ടെങ്കിലും, നമ്മൾ എത്ര അറിവുണ്ടെങ്കിലും, എത്ര സമ്പത്തോ, ഏത് സ്ഥലത്താണ്, ഏത് മേഖലയിലാണ് നമ്മള് സ്ട്രെങ്തൻ ആയിട്ട് നിൽക്കുന്ന വെച്ചാൽ അവിടെ അടിച്ച് വീഴാനായിട്ട് നമുക്ക് വളരെ നിസ്സാര സമയം മതി. അതുകൊണ്ട് ദൈവമാണ് എന്നെ നടത്തുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ, ഹൃദയത്തിൽ ആ ഒരു ചിന്തയോടുകൂടെ ആയിരിക്കുന്ന ആ നിമിഷം പിശാചിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും നമുക്ക്, അവന്റെ എല്ലാ ദുഷ്ടപദ്ധതികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും നമ്മളെ സഹായിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയാനും സാധിക്കും. നമുക്ക് മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. ഗ്രേസി പൗലോസ് വായിക്കും. കേൾക്കുന്നുണ്ടോ അവന ബെഞ്ചമിൻ? വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധം പറയാണ്, ദൈവത്തിന്റെ പരിശുദ്ധമായ സഹായം എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നത് പരിശുദ്ധ അമ്മയാണ്. എപ്പോഴും, ഓരോ സമയങ്ങളിൽ. ഇത് നമുക്ക് അറിയാം. നമുക്ക് ഇപ്പോ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോ നല്ലൊരു നല്ല ജോലിയുള്ള ഒരു വ്യക്തിയുടെ അമ്മ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഒരു പ്രമാണിയായ ഒരു വ്യക്തിയുടെ അമ്മ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ അവകാശവും അമ്മയ്ക്കുണ്ട്. അപ്പോ അത്രമാത്രം അവകാശവും സ്വാധീനവും ചെലുത്തുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ആവശ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? ആവശ്യപ്പെടേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം ആവശ്യപ്പെടേണ്ട കാര്യമില്ല, അത് നിറവേറ്റി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആ സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ആ വ്യക്തിക്കുള്ള അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ഓരോരുത്തർക്കുള്ളതാണ്. അപ്പോൾ കാരണം ഓരോരുത്തർക്കും ഓരോ അവകാശമുണ്ട്. ഇപ്പൊ എനിക്ക് എന്റേതായ അവകാശം ഉള്ളതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഈ ഭൂമിയിൽ സ്വതന്ത്രമായ അവകാശമുണ്ട്. ഇവിടെ പരിശുദ്ധമ്മയുടെ അവകാശം എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ അമ്മ എന്നുള്ള ഒരു അവകാശമുണ്ട്, മണവാട്ടി എന്നുള്ളൊരു അവകാശമുണ്ട്, മകൾ എന്നുള്ളൊരു അവകാശമുണ്ട്, അല്ലെ? അപ്പോ എത്രമാത്രം അധികാരമാണ് അമ്മയുടെ ഉള്ളിലുള്ളത്. പക്ഷെ ഇസ്രായേലിനെ സഹായിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഒരു ഏക ആഗ്രഹം
ഓരോ പ്രഭാതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ മക്കളെ സഹായിക്കാൻ വേണ്ടിയാണ് ദൈവം ഓരോ പ്രഭാതത്തിലും ഓരോരുത്തരെ തട്ടി ഉണർത്തി വിളിക്കുന്നത്. അല്ലെ? ആണോ? അതെ അതെ ദൈവത്തിന്റെ സഹായം അനുഭവിക്കുക, ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുക, ദൈവത്തിന്റെ സംരക്ഷണം അനുഭവിക്കുക. അതുവഴി ഇതിലേക്ക് മനുഷ്യര് തിരിയണം, ദൈവത്തിലേക്ക് ദൈവത്തിലേക്ക് തിരിയണം. അല്ലെ? ഇത് മാത്രമാണ് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിലേക്ക് തിരിയണം. ദൈവം എല്ലാ ദിവസവും ഇപ്പൊ നമ്മൾ തന്നെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോ ആ വ്യക്തി നമ്മളോട് വളരെ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു കൃപയുള്ള ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോ ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു കാര്യം, ആത്മാർത്ഥമായി ദൈവകൃപയുള്ള ദൈവസ്നേഹമുള്ള ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാനും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതുപോലെ അവനും ദൈവത്തെ അനുഭവിച്ചറിയണം, സ്നേഹിക്കണം. ദൈവമാണ് ഏകസത്യമെന്ന് അവനും അറിയണം. ചിലപ്പോ നമ്മുടെ അധ്വാനങ്ങൾക്ക് കാലതാമസം ഉണ്ടാവാം ആ വ്യക്തി മാനസാന്തരപ്പെടാൻ. എങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലെ? നമ്മൾ അങ്ങനെ ഒരു അറിഞ്ഞു പ്രാർത്ഥിക്കണമെന്നില്ല. നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഈശോ പറയുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പൊ നമ്മളുടെ കുഞ്ഞു കുഞ്ഞ് അധ്വാനങ്ങൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ്, ദൈവം തന്ന കൃപയുടെ അടയാളമാണ്. അല്ലെ? മൃഗങ്ങൾക്ക് ആരെങ്കിലും കൺവെൻഷൻ എടുക്കുന്നുണ്ടോ? ആരെങ്കിലും സുവിശേഷ പ്രഘോഷണം നടത്തുന്നുണ്ടോ? മൃഗങ്ങൾക്ക് തന്നെ പ്രത്യേക കൂട്ടായ്മയുണ്ടോ? അവരവരുടെ വർഗങ്ങൾക്ക് പോലും ഒരു മീറ്റിംഗ് പോലും ഇല്ല. പിന്നെ അവരെങ്ങനെയാണ് ദൈവകൃപയുടെ പരിപാലന തിരിച്ചറിയണത്? എങ്ങനെയാണ് തിരിച്ചറിയണത്? അവർക്കൊരു കൺവെൻഷൻ ഇല്ല, ധ്യാന കേന്ദ്രങ്ങളില്ല, പിന്നെന്താ അവർക്കുള്ളത്? ദൈവം കൊടുക്കും, സ്വാഭാവികമായിട്ട് ദൈവം കൊടുക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് നമുക്കും ദൈവം തന്നിട്ടുണ്ട്. നമ്മളത് വേണ്ട വിധത്തില് ഉപയോഗിക്കുന്നില്ല. നമ്മൾ സ്വാർത്ഥതയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ സ്വാഭാവികമായ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുന്നു. പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല. നൈസർഗികമായിട്ട് സ്വാഭാവികമായിട്ട് അവരിലുള്ള നന്മ, അത് വർഗബോധമോ ജാതിബോധമോ അങ്ങനെ ഒന്നും അവരുടെ ഇടയിലില്ല. അല്ല, നാച്ചുറലായിട്ട് അവരില് അത് നഷ്ടപ്പെടാതെ അവർ മരണം വരെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദൈവം ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന്റെ കാര്യം തന്നെ. അത് മൃഗങ്ങൾക്ക് പ്രത്യേകമായി നമുക്കറിയാം. ജോൺ പോൾ മാർപ്പാപ്പ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോഴേക്കും അവിടെ ഭയങ്കരമായിട്ട് പട്ടി കുരക്കുന്ന കണ്ടിട്ട് അവിടെ സുരക്ഷിതത്വം ആയിട്ട് അവിടെ എല്ലാം കെയർഫുള്ളി ചെയ്ത് ഒരുപാട് സുരക്ഷിതത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഈ പട്ടി കിടന്ന് ഭയങ്കരമായിട്ട് കുരക്കുന്നു. അപ്പോ പാപ്പ പറയുന്നുണ്ട് മിലിറ്ററി ഓഫീസേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ അത് ഈ സക്കറാരിയിലേക്ക് നോക്കിയിട്ടാണ് പട്ടി കുരക്കുന്നത്. അപ്പോ അവിടെ ആരോ ഒരാളെ വെറുതെ ഒരിക്കലും പട്ടി കുരയ്ക്കില്ല. എന്തെങ്കിലും അതിനെ കാണാനോ മനസ്സിലാക്കാനോ സാധിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോ പാപ്പയ്ക്ക് മനസ്സിലായി സക്കറാരിയിലേക്ക് നോക്കിയിട്ടാണ് പട്ടി കുരക്കുന്നത്. അപ്പോ സുരക്ഷാ ഭടന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാണാത്ത കാര്യം ഈ പട്ടി കണ്ടു. ഈ പട്ടി കാണുന്നത് കൊണ്ടാണ്, ഈ നായ കാണുന്നത് കൊണ്ടാണ് അവൻ അങ്ങോട്ട് നോക്കി കുരക്കുന്നത്. പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല, പട്ടിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൃഗങ്ങളുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതുപോലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ ഒരു സമയത്ത് കുർബാന ഒരു നിരീശ്വരവാദിയുടെ മുമ്പിൽ വളരെ ഒരു തർക്കത്തിനൊക്കെ ഇടയായി. അങ്ങനെ ഒരു കഴുതയെ കെട്ടിയിട്ടിട്ട് ഒരാഴ്ചയോളം ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുകയാണ്. ഇതിന്റെ അവിടെ കൂടി പുണ്യാളൻ ഒരു ദിവസം ഒരാഴ്ച വിശന്നിരിക്കുക എന്ന് പറഞ്ഞ മൃഗങ്ങളെ സംബന്ധിച്ച് ഒരു ദയനീയാവസ്ഥ തന്നെയാണ്. പക്ഷെ പുണ്യാളൻ ഈ ദിവ്യകാരുണ്യം കൊണ്ടുപോകുന്ന സമയത്ത് ഈ കഴുതക്ക് കുറെ പുല്ലുകളും കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ രണ്ടും ഒരേ വഴിക്ക് തന്നെ കൊണ്ടുപോകണേ. അപ്പോ
പക്ഷെ ഇത്രയും വിശന്ന് പൊരിഞ്ഞ ഒരാഴ്ചത്തെ വിശപ്പടക്കിയിരിക്കുന്ന ഈ കഴുത ഭക്ഷണത്തിലേക്ക് നോക്കുന്നേ ഇല്ല. മാത്രമല്ല ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില് മുട്ടുകുത്തി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യമാണ്. അപ്പൊ ഈ മൃഗങ്ങൾക്ക് എങ്ങനെയാണ് ദൈവീക സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മൾക്ക് അത്രമാത്രം നിർമ്മലതയില്ല. മൃഗങ്ങൾക്ക് ഹൃദയം ഉണ്ടെങ്കിലും അവർക്ക് അതില് കളങ്കമോ അശുദ്ധിയോ ഒന്നും വന്നിട്ടില്ല. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ എന്ത് കാണുമെന്ന് പറഞ്ഞത്? അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണും. അല്ലെ? അപ്പൊ നമുക്ക് ഹൃദയവിശുദ്ധി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോ അതിന് കാണാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് ഓരോ സങ്കടങ്ങളിൽ കൂടി ദൈവം ഇടപെടുന്നത്, പരീക്ഷണങ്ങളിൽ കൂടി ദൈവം ഇടപെടുന്നത്, നമ്മുടെ നിസ്സഹായതയിൽ കൂടി ദൈവം ഇടപെടുന്നത്. അങ്ങനെ ഒരുപാട് ജീവിത ഞെരുക്കങ്ങളിൽ കൂടി ദൈവം, അനുഭവങ്ങളിൽ കൂടിയൊക്കെ ദൈവം ഇടപെടുന്നതിന്റെ കാരണം അതാണ്. അപ്പോ അവിടെ എല്ലാം എന്തിലേക്കാണ് ദൈവം സഹായമായിട്ട് വരുന്നത്? ദൈവം എന്ന സത്യത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയം തിരിയാൻ വേണ്ടിയാണ്. അല്ലേ? ആണോ? അതെ അതെ. ദൈവം എന്ന സത്യത്തിലേക്ക് മനുഷ്യന് വേണ്ടി അധ്വാനിക്കുകയും സഹായം ചെയ്യുവാൻ ദൈവം എപ്പോഴും സന്നദ്ധനാണെന്ന് അറിയിക്കുകയും ചെയ്യുന്ന ദൈവത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയം തിരിയാൻ വേണ്ടിയ, മടങ്ങി വരാൻ വേണ്ടിയ. മൃഗങ്ങളുടെ ഇടയിൽ അതിന്റെ ആവശ്യമില്ല. കാരണം അവർക്ക് ഓൾറെഡി അറിയാം എന്താണ് ദൈവം, എന്താണ് ഈ ലോകത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് കൺവെൻഷന് വേണ്ട, ധ്യാനകേന്ദ്രങ്ങൾ വേണ്ട, സുവിശേഷ പ്രബോധനങ്ങൾ വേണ്ട. അവർക്ക് അറിയാം ഓരോ ശ്വാസവും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. നമുക്ക് ഇന്ന് യേശു നൽകുന്ന തിരുവചന ഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തില് 17-ാമത്തെ തിരുവചനം. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ പ്രസംഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? കേൾക്കാൻ പറ്റില്ല. അല്ലേ? കേൾക്കാൻ പറ്റൂ? പ്രസംഗിച്ചില്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. ഇതിപ്പോ എന്നോട് പറയുന്ന പോലെ ഞാനിന്നൊന്നും പറയണ്ട, വചനമൊന്നും പറയണ്ട ഓർത്തിട്ടാണ് ഞാനിന്ന്, അതായത് എനിക്ക് ഇത്ര നല്ല ആരോഗ്യമില്ല, സംസാരിക്കാൻ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് ഉള്ളില് ബുദ്ധി പ്രവർത്തിക്കും. ഇന്നിപ്പോ ക്ലാസ് എടുക്കുന്നതല്ലേ, എന്തിനാണ് അതിന് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാം, എനിക്ക് വയ്യ എന്നൊക്കെ എന്റെ ശരീരം ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഈ ഒരാഴ്ച റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഒരു തരത്തിൽ നടക്കുന്നില്ല. അപ്പോ എന്താണ് എന്നിലുള്ള വിശ്വാസം, അതായത് നമ്മൾ ഓരോരുത്തരുള്ള വിശ്വാസം എന്ത് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്? പ്രഘോഷിക്കപ്പെടാൻ വേണ്ടിയുള്ളതാണ്. അല്ലെ? വിശ്വാസം നമ്മള് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല. അത് നമ്മള് ഓരോ ദിവസവും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ജീവിതം വഴി, പ്രവൃത്തി വഴി, പ്രാർത്ഥന വഴി, പരിത്യാഗം വഴി ഒക്കെ ഇതൊരു പ്രഘോഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി കൂടി എന്താ സംഭവിക്കണത്? കേൾവി കൂടി ക്രിസ്തുവിനെ പറ്റി, അതായത് ദൈവത്തെ പറ്റി ഞാൻ എന്താ ചെയ്യണം? പ്രസംഗിക്കുകയാണ്. പ്രസംഗിച്ച് അധിക പ്രസംഗം ആയിപ്പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു തരത്തില് പ്രവൃത്തിയുണ്ട്, പ്രബോധനമുണ്ട്, ജീവിതമുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരാള് ഈ സംസാരിക്കാൻ കഴിവില്ല, അയാൾ എങ്ങനെ പ്രസംഗിക്കും? സംസാരിക്കാൻ കഴിവില്ല, അത് ജന്മന സംസാരിക്കാൻ കഴിവില്ല, അയാൾ എങ്ങനെ പ്രസംഗിക്കും? ഭാഷയിലൂടെ അയാള് ജീവിതത്തിൽ കൂടി പ്രസംഗിക്കും. അല്ലേ? ജീവിതമാണ് അയാളുടെ പ്രസംഗം, ജീവിതമാണ് അയാളുടെ പ്രഘോഷണം. അയാൾക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇന്നെന്റെ പ്രാർത്ഥന പ്രസംഗമാക്കി മാറ്റും. അല്ല, കൊച്ചു ത്രേസ്യ
കൊച്ചു ത്രേസ്യ പുണ്യാളത്തി തന്റെ കോൺവെന്റിൽ ഇരുന്ന് എങ്ങും പോയിട്ടില്ല, പ്രസംഗിക്കാൻ പോയിട്ടില്ല. കോൺവെന്റ് വിട്ടു പോകാൻ പറ്റില്ല, കാരണം അതുപോലത്തെ ഒരു രോഗാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആ കോൺവെന്റിന്റെ ഉള്ളില്, ആ മതിൽ ചുറ്റിന്റെ ഉള്ളില് ജീവിക്കുമ്പോ ഓരോ പ്രാർത്ഥനയും പ്രസംഗമാക്കി മാറ്റി. അതുകൊണ്ട് മിഷണറിമാരുടെ മധ്യസ്ഥയാണ്. മിഷണറിമാരുടെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ, മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമ്മൾ ലോകം മുഴുവൻ ഇങ്ങനെ സുവിശേഷ പ്രഘോഷണവും പ്രബോധനവും ശുശ്രൂഷകളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ് മിഷണറിമാരെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെയല്ലേ ധരിച്ചു വെച്ചത്? അതെ. ലോകം മുഴുവൻ ഓരോ സ്ഥലങ്ങളിൽ പോയി അങ്ങനെ തന്നെയാണ്. എങ്കിലും നമുക്ക് എല്ലാവർക്കും എല്ലായിടത്തും പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതം ദൈവം എങ്ങനെയാണോ നിശ്ചയിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ഞാൻ പോകുമ്പോൾ അവിടെ ഒരു പ്രഘോഷണവും പ്രസംഗവും നടക്കുന്നുണ്ട്. ചിലപ്പോൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പ്രസംഗം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അവിടെ പ്രസംഗം നടക്കുന്നുണ്ട്. എന്ത്? ജീവിതം, അല്ലേ? അതെ. ജീവിതം ഒരു പ്രസംഗമായിട്ട് മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നല്ല വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ആ ജീവിതം ഒരു പ്രഘോഷണമാണ്. പ്രാർത്ഥനയോടുകൂടി ജീവിക്കുമ്പോൾ ആ ജീവിതം ദൈവത്തിന് മുമ്പില് ഒരു പ്രസംഗം തന്നെയാണ്, അല്ലെങ്കിൽ പ്രഘോഷണമാണ്. പ്രാർത്ഥനയോടും പരിത്യാഗത്തോടും ഒക്കെ ഈ നമ്മുടെ യുക്കരിസ്റ്റിക്കിന്റെ വേണ്ടി, ദിവ്യകാരുണ്യനാഥന് വേണ്ടി ഈ കാർലോ, വിശുദ്ധ കാർലോ ആയി നമ്മൾ ഇന്നും, എന്തൊരു അത്ഭുതമാണല്ലേ ഈ യുഗത്തിന്റെ മരിച്ചിട്ട് ഇത്രയും വർഷങ്ങളായി, കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ, നമ്മുടെ കൺമുമ്പിൽ ഇന്നും ജീവനോടെ ഇരിക്കുന്ന ബോഡി നമ്മൾ കാണുകയാണ്, അല്ലെ? ആ മകൻ നമ്മൾ മരിക്കാറായപ്പോഴല്ലേ, മരിച്ചപ്പോഴൊക്കെയല്ലേ നമ്മൾ അറിഞ്ഞത്. അതിനു മുമ്പേ ആ കൊച്ച് അത്രയും പ്രായം വരെ ചെയ്തു പോയ വാക്കുകളും പ്രവൃത്തികളും ഒക്കെയല്ലേ ഇന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ആ കുഞ്ഞ് ജീവിച്ചിരുന്നത് നമ്മൾ ജീവിക്കുന്ന സമയം തന്നെയാണ്, അല്ലെ? മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് ഇത്രയും വലിയൊരു വിശുദ്ധനാണ് നമ്മുടെ കൂടെ ജീവിച്ചിരുന്നതെന്ന് അറിഞ്ഞത്, അല്ലെ? കള്ളമാണോ? അല്ലെ? നമ്മളുടെ കൂടെ തന്നെയാണ്, നമ്മള് ജീവിച്ച ഈ നിമിഷങ്ങളിൽ കൂടി തന്നെയാണ് ഈ മകനും ജീവിച്ചു പോയത്. മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത്. അപ്പൊ ആ കുഞ്ഞിന്റെ ജീവിതം ഇന്ന് എന്തായി? പ്രസംഗമായി, അല്ലെ? ദിവ്യകാരുണ്യത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ കുഞ്ഞ് ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ആ കുഞ്ഞ് ലോകത്തോട് ദിവ്യകാരുണ്യത്തിനെ കുറിച്ച് പ്രഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? ആണോ? ഇത് നമ്മളുടെ ഓരോ പ്രവൃത്തി മണ്ഡലങ്ങള് പ്രഘോഷണമാക്കി മാറ്റുവാൻ എന്ത് വേണം? ആദ്യം വിശ്വാസം വേണം. പിന്നെന്ത് വേണം? ഈശോയെ പറ്റിയുള്ള വിശ്വാസ ജീവിത വിശുദ്ധി എന്തൊക്കെയാണോ നമ്മൾക്ക് സമ്പാദിച്ചെടുക്കാനായിട്ട് വേണ്ടത് അതെല്ലാം വേണം. ചിലപ്പോഴൊക്കെ ചിലപ്പോഴല്ല, ചില സമയങ്ങളിൽ വചനം പറയും, യേശു പറയുന്നത്, മാതാവ് പറയുന്നത്, അവൻ പറയുന്നത് അനുസരിക്കുവിൻ എന്ന് പറയണം. മാതാവ് പറയണ എന്താണ്? അവൻ പറയുന്നത് എന്താണ്? യേശു പറഞ്ഞത് എന്താണ്? യേശു പറഞ്ഞതാണ് വചനം മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്, അല്ലെ? ഈശോ പറഞ്ഞ കാര്യങ്ങളെല്ലാം വചനം മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്, അല്ലെ? പരിശുദ്ധ അമ്മ പറഞ്ഞ ഒരൊറ്റ വാക്ക് എത്ര ആഴമായി ചിന്തിക്കാനുള്ളതാണ്, അല്ലെ? അവൻ പറയുന്നത് അനുസരിക്കുവിൻ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറയുമ്പോ അവൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളത് എന്ത് ചെയ്യണം? എടുത്ത് പ്രാക്ടീസ് ചെയ്യണം, അല്ലെ? അത്ര മാത്രം ചെയ്താൽ തന്നെ എന്ത് പറ്റും? നമ്മളുടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മള് ഈ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങള് നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന ഓരോ സമയവും നമ്മൾ ഈ ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് രണ്ടാമതൊരാളോട് പറയുന്നില്ലെങ്കിലും അത് ജീവിതം നമ്മൾ നാളെ മരിച്ചു കഴിയുമ്പോഴാണെങ്കിലും അത് ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കും, അല്ലെ? നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അത് നശിക്കുന്നില്ല. പ്രാർത്ഥന ഒരിക്കലും നശിക്കുന്നില്ല, ഊർജമാണ്. പ്രാർത്ഥിക്കുന്നത് ഒരു ഊർജമാണ്, പ്രാർത്ഥന ഊർജം,
ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് ആർക്കൊക്കെ വേണ്ടിയാണോ ഇന്നിവിടെ കിടക്കും, അത് നശിപ്പിക്കാൻ പിശാചിനോ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ശക്തിക്കോ സാധിക്കില്ല. അത് ഞാൻ എത്രത്തോളം ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അവസ്ഥയിലാണ് അത് നിർജീവമാകണോ അല്ലെങ്കിൽ നിലനിൽക്കണോ എന്നുള്ള തീരുമാനം. അത് ദൈവത്തിന്റെ കൈ. അപ്പൊ ഞാൻ എന്റെ ലക്ഷ്യബോധ്യം, എന്റെ ചിന്ത എങ്ങനെയാണോ, പരിസയരും ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു, പക്ഷെ പരിസയൻ പ്രാർത്ഥിച്ച് തപ്പ തന്നെ ഫെയിലായിപ്പോയി. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന പരിസയനും കേട്ടിട്ടില്ല, പരിസയൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ചുങ്കക്കാരനും കേട്ടിട്ടില്ല. പക്ഷെ രണ്ടുപേരുടെയും പ്രാർത്ഥന ആര് കേട്ടു? ദൈവം കേട്ടു. ദൈവം അതിന് ഉത്തരം കൊടുത്തു, അല്ലെ? അപ്പോ എല്ലാം, അതായത് പരിസയരന്റെ വിശ്വാസമായിരുന്നില്ല ചുങ്കക്കാരന്റെ വിശ്വാസം, ചുങ്കക്കാരന്റെ വിശ്വാസമായിരുന്നില്ല പരിസയരന്റെ. അതുപോലെ അവന്റെ ഹൃദയത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോ ഈ കേൾക്കുന്ന കാര്യം ക്രിസ്തുവിനെ പറ്റിയുള്ള റിയാലിറ്റി, അതായത് ഒരു സ്ഥലത്ത് ഒരു വ്യക്തി വലിയ പാപത്തോടുകൂടെ ഹൃദയഭാരത്തോടുകൂടെ വന്ന് കുമ്പസാരിക്കാൻ വന്നപ്പോഴേക്കും അച്ഛനോട് കുമ്പസാരിച്ച് കൊണ്ടിരിക്കുമ്പോഴേക്കും അച്ഛൻ ഷൗട്ട് ചെയ്തു ഈ വ്യക്തിയെ. അപ്പൊ പാപബോധത്തോടുകൂടെ ഹൃദയഭാരത്തോടുകൂടെയാണ് ഈ വ്യക്തി അച്ഛന്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ചത്. അപ്പൊ കുമ്പസാരിച്ച വിഷയം അല്ലെങ്കിൽ ആ പാപത്തിന്റെ കടുപ്പം കേട്ടിട്ട് ഈശോയ്ക്ക് ഭയങ്കര വേദനയാവും. അപ്പൊ അങ്ങനെ ഈശോയുടെ വേദനയെ കുറിച്ച് പറയുകയും ഈ വ്യക്തിയുടെ വേദനയെ എങ്ങനെ ഹീലിംഗ് ചെയ്യാമെന്ന് വൈദികൻ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വ്യക്തി, കുമ്പസാരിച്ച വ്യക്തി ഇരട്ടി വേദനയോടുകൂടെ ആ പള്ളിയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഈശോയുടെ കുരിശിൽ നിന്നും കൈവിട്ട് ഈശോയുടെ താഴേക്ക് ചാഞ്ഞ് വന്നു എന്നാ പറയുന്നത്. അങ്ങനെ ഈശോ ഈ വ്യക്തിയെ ആശ്വസിപ്പിച്ചു എന്ന് പറയണം. അങ്ങനെ ഈ വൈദികന് വഴക്ക് പറയുകയും ചെയ്തു ഈശോ. കാരണം അതുപോലെ ഹൃദയമുരുകി വന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ മനുഷ്യനായ വൈദികന് തള്ളിക്കളയാം. പക്ഷേ വൈദികനെ വൈദികനാക്കിയ കാരണം ക്രിസ്തു കുരിശിൽ കിടന്ന് അനുഭവിച്ചത് ആണോ? കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. കേൾക്കുന്നില്ലായിരുന്നു. ഇടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. ആണോ? റേഞ്ച് പ്രശ്നമായിരിക്കും. ഞാനിപ്പോ പറഞ്ഞ കാര്യം കേട്ടില്ലേ? കുരിശിൽ കിടന്നെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ കേട്ടില്ല. കുരിശിൽ കിടന്നുകൊണ്ട് ആ പാപിയെ ഈശോ വളരെ സ്നേഹത്തോടുകൂടെ ആ പാപത്തിന്റെ എല്ലാ മേഖലകളെയും ഈശോ തുടച്ചു മാറ്റി. എന്നിട്ട് വൈദികന് ഈശോ തന്നെ ഒരു ഉപദേശം കൊടുത്തു എന്നാ പറയണത്. അവൻ എൻ്റെ മകനാണ്, ഈശോ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക്, ആ പാപിക്ക് ബോധ്യത്തോടുകൂടെ ഈശോ അനുഭവം കൊടുക്കുകയും അങ്ങനെയാണ് ആ പള്ളിയിൽ നിന്നും ആ പാപിയായി വന്ന ആ വ്യക്തിയെ ഒരു വിശുദ്ധനായി ദൈവം ആ ദേവാലയത്തിൽ നിന്നും പറഞ്ഞു വിട്ടത്. കേൾക്കാമോ? കേൾക്കാം. അപ്പോ നമ്മള് പ്രഘോഷിക്കുന്നത് മാനുഷികമായ പ്രഘോഷണമാണെങ്കിൽ നമ്മുടെ അധ്വാനം വ്യർത്ഥമാണ്. ദൈവികമായ ചിന്തയോടുകൂടെ നമ്മളെ ഏൽപ്പിച്ച് മാത്രമേ ഉള്ളൂ. ഇത് വൈദികന് ഇതായിട്ട് പറഞ്ഞല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ആ വ്യക്തികളിൽ കൂടി തന്നെ ദൈവം ഇടപെടും. ഇപ്പൊ നമുക്കറിയാം, വൈദികര്, ആത്മീയ ശുശ്രൂഷകര്, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവരിൽ കൂടി ഈശോ അനുവദിക്കുന്നതുകൊണ്ടും ആഗ്രഹിക്കുന്നതുകൊണ്ടും ഒക്കെ മാത്രമേ അവരെ കൂടി ആർക്കെങ്കിലും ഒക്കെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇന്ന് വരെ. കഴിഞ്ഞ ദിവസം എന്നോടൊരു വ്യക്തി പറഞ്ഞു, ഒരു സ്ഥലത്ത് പിന്നെ ഭയങ്കര കൃപയുള്ള ഒരു ഇതുണ്ട്, അപ്പോ അവിടെ ഒന്ന് പോകാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവസരമില്ല, സാധ്യതകളും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്നെ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ ദൈവത്തിന് എപ്പോഴും സാധിക്കും. ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോന്നില്ല, ചിലവർക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, എനിക്കാണെങ്കിലും ഞാൻ ഡാനിയൽ അച്ഛന്റെ ധ്യാനത്തിന് പോയപ്പോൾ എനിക്ക് കിട്ടിയൊരു ദൈവിക അനുഭവം
അവിടെ പോയത് കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ ഇനി ഞാൻ അങ്ങനെ പോയാൽ എനിക്ക് കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് പോകുമ്പോൾ എനിക്ക് കിട്ടാം. അത് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണോ പോയത്, ആ ഒരു അവസരത്തിലാണോ ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് എല്ലാ തടസ്സങ്ങളും എനിക്ക് മാറ്റാൻ പറ്റും. അതിന്റെ തടസ്സത്തിന്റെ നടുവിൽ കൂടി തന്നെ എനിക്ക് പോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിലോ എല്ലാം ഓക്കെ ആണെങ്കിലും പോകാൻ പറ്റില്ല. അപ്പോ എല്ലാ അനുഭവങ്ങളും യഥാർത്ഥത്തില് ഞാൻ പറയുന്നത് ഒരു സാക്ഷ്യത്തിന്റെ പ്രഘോഷണം തന്നെയാണ്. ഇപ്പൊ നമുക്കിപ്പോ എന്താണ് മക്കളില്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പില് മക്കളില്ലാത്ത ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രഘോഷണം അല്ലെങ്കിൽ പ്രാർത്ഥന ശക്തി ദൈവം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടാവും. അവരുടെ വേദന എത്ര വലുതാണെന്ന് ആ വ്യക്തിക്ക് അറിയുന്ന പോലെ ആ മറ്റുള്ളവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വേദനയോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള ദൈവിക വരം ദൈവം കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഓരോ സാധനങ്ങളും ഇപ്പൊ കൈയില്ലാത്തവന് പ്രാർത്ഥിക്കുമ്പോൾ കൈയില്ലാത്തവരുടെ വേദനയും വിഷമവും അറിയാം. ഭാര്യയില്ലാത്തവന്, ഭർത്താവില്ലാത്തവന്, അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായ ക്ലേശം അനുഭവിക്കുന്നവന്, രോഗം അനുഭവിക്കുന്നവന്, അങ്ങനെ ഓരോ സാധനങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈശോയുടെ മുമ്പില് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നവന്റെ കണ്ണുനീരിന് ഉത്തരം തരാൻ, ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കാൻ ഉത്തരം തരാൻ എന്റെ ഉള്ളിലുള്ള വിശ്വാസം ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവിൽ കൂടിയാണ് ഞാനത് വിശ്വസിക്കുകയും ഞാനത് ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രഘോഷിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുവഴി എന്താണ്, അതിന്റെ ഉള്ളില് ദൈവമാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ആരുമല്ല. അപ്പൊ നമ്മള് പ്രസംഗിക്കണമെന്ന് പറയുന്നത് ഒരു ആത്മീയമായ ഒരു വാക്കാണെങ്കിലും എന്റെ ജീവിതം തന്നെയാണ് പ്രസംഗം. ഞാൻ എങ്ങും ഒരു മൈക്കെടുത്തോ അല്ലെങ്കിൽ യാത്ര ചെയ്തോ ഒന്നും പ്രസംഗിക്കാൻ പോകണമെന്നില്ല. ഞാനായിരിക്കുന്ന ജീവിതത്തിൽ തന്നെ പ്രസംഗവും പ്രഘോഷണവും നടക്കുന്നുണ്ട്. അത് ക്രിസ്തുവിനെ പ്രതി സ്നേഹിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും പരിത്യജിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തനങ്ങൾ ഇങ്ങനെ ദൈവത്തെ കുറിച്ചുള്ള പ്രസംഗം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിത മേഖലകളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ട് അമ്മയുടെ ജീവിതവും ഇത് തന്നെയാണ്. അമ്മ ഓരോ നിമിഷവും പ്രഘോഷണമായിരുന്നു. അമ്മയും എങ്ങും പോയി കൺവെൻഷന്റെ സ്ഥലങ്ങളിലോ അങ്ങനെ കൂട്ടായ്മകളിലോ സിനഗോഗുകളിലോ ഒന്നും പോയി പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ അമ്മ പോകുന്ന ഇടങ്ങളെല്ലാം പ്രഘോഷണങ്ങളാണ്. കാനായിലെ കല്യാണത്തിൽ അമ്മ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, അവർക്ക് വീഞ്ഞില്ല, അവൻ പറയുന്നത് ചെയ്യും. ഈ 2 വാക്കേ മാത്രമേ പറഞ്ഞുള്ളൂ. അതുപോലെ എലീശ പുണ്യവതിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴും അവിടെയും അമ്മയുടെ സാന്നിധ്യം തന്നെ ഒരു പ്രസംഗമായിരുന്നു. കുരിശിന്റെ ചുവട്ടിലെ ഒരു പ്രസംഗമായിരുന്നു. ഈശോയുടെ ഗാഗുൽത്ത മലയിലേക്കുള്ള യാത്ര, പരിശുദ്ധ അമ്മയുടെ ജീവിതം ഒരു ലോകത്തോട് പറയുന്ന ഒരു പ്രസംഗമാണ്. അങ്ങനെ അമ്മയുമായ ജീവിതത്തില് വിശുദ്ധ ഗ്രന്ഥത്തില് നമ്മൾ വായിച്ചറിഞ്ഞ ഓരോ സെക്കൻഡും അമ്മ പ്രസംഗിച്ചുകൊണ്ടും പ്രഘോഷിച്ചുകൊണ്ടും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ ഒരു കൃപ നമുക്ക് ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. നമുക്ക് വിശ്വാസം, ക്രിസ്തുവിനെ പറ്റിയുള്ള വിശ്വാസം തന്നെ, അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള അനുഗ്രഹവും നമുക്ക് ഓരോരുത്തർക്കും നൽകുവാനും മറ്റുള്ളവരെ ക്രിസ്തുവിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നയിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈശോയുടെ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾ